ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിക്കൂ. എന്നാലല്ലേ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂ. ഓക്കെ ഗൈസ്, ബാക്ക് വിത്ത് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഡിസ്റ്റർബിംഗ്, മോസ്റ്റ് ഇറിറ്റേറ്റിംഗ്, സർക്കാസ്റ്റിക് ടോപ്പിക്, ദാറ്റ് ഇസ് മൃണാൾ. ലാസ്റ്റ് ടൈം മൃണാൾ റിലേറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമൻസ് കിട്ടിയിട്ടുണ്ട്. ഐ ബിലീവ് അതിൽ വന്ന 95% ഓഫ് കമൻസും വളരെ പോസിറ്റീവായിരുന്നു. താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവറി വൺ ഫോർ യുവർ സപ്പോർട്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോയിൽ ഞാൻ ഇമാതിരി സർക്കാസ്റ്റിക്കലി ഒരു വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെയേ പറയാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയില്ല എന്നറിഞ്ഞതിൽ സന്തോഷത്തോടു കൂടി നമ്മളുടെ മൃണാൾ സാറിൻ്റെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഇൻ്റർവ്യൂവിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സംസാരിച്ചില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല, അമ്മാതിരി രീതിയിലുള്ള ചില സാധനങ്ങൾ അതിലുണ്ട്. നമുക്ക് അധികം കത്തിയടിക്കാണ്ട് നമുക്ക് ഇന്റർവ്യൂലോട്ട് പോകാം. ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും. എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും നിങ്ങൾ ChatGPT-യിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് 5 സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റാൻഡമായിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വർക്ക്. ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസും പിന്നെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് റാൻഡം ആൻസേഴ്സ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഗൂഗിളിൽ ലിസ്റ്റ് ആയതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ QR കോഡ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഗൂഗിളിൽ റിവ്യൂ ലിസ്റ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഇതാണ് സംഭവം. ഏത് വീഡിയോൻ്റെ അല്ലെങ്കിൽ ഹംഗ്രി മീൽ മൃണാളുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ബിരിയാണി സെയിലാവുന്ന ഒരു ഹോട്ടൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ, ഈ 5 സ്റ്റാർ റേറ്റിങ്ങിൽ തന്നെ അടിപൊളി എന്തൊക്കെയായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചേട്ടൻ്റെ കടയിൽ ആരും വരുന്നില്ല. ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ എന്ത് വേണം? നല്ല റിവ്യൂ വേണം. റിവ്യൂവിനെ അനുസരിച്ചിട്ടാണല്ലോ അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ കയറുക. അപ്പോൾ റിവ്യൂ അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ റിവ്യൂ ഉണ്ടാക്കിക്കും. എങ്ങനെ ഉണ്ടാക്കിക്കുക? ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുക, എന്താ കീവേഡ്സ് ഇടേണ്ടത്, എന്താ അതിൽ ടൈപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ChatGPT വഴി ആ സാധനം അതിൽ കയറ്റി 5 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ പൈസ തരും. എന്താ എന്നെ കോൺടാക്ട് ചെയ്യാതെ? ഞാൻ ടൈപ്പ് ചെയ്ത് തരില്ലേ ഒരു 5-6 റിവ്യൂ? എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ സുഖമായിരുന്നില്ല. ഡെയിലി റിവ്യൂ വെച്ച് പൈസ ഉണ്ടാക്കിയാൽ പോരെ. എന്തൊക്കെയായിരുന്നു കോക്കനട്ട് ഷോ? ആ അഹങ്കാരം എന്തായിരുന്നു? എൻ്റെ അമ്മോ, അതിനെപ്പറ്റി പറയുമ്പോഴുള്ളൊരു പ്രൗഡി ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് വന്നിട്ടുള്ള റിവ്യൂസ് ഒറ്റൊന്നു പോലും ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ അല്ല, പൈസ കൊടുത്ത് നിങ്ങൾ ഉണ്ടാക്കിപ്പിച്ചതാണ്. ഞാൻ ഈ പ്ലേ ചെയ്ത 2 കോടി മുകളിലുള്ള സാധനം കണ്ടാലോ. അപ്പം ആർക്കും വലിയ അഭിപ്രായമില്ലാത്ത നമ്മുടെ മൃണാൾ ഹോട്ടലിലെ മൃണാൾ ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട കുറച്ച് പീസുകളിലോട്ട് നമ്മളുടെ നോട്ടം പോകാം. പറയാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വണ്ടി ഒരു ടൊയോട്ട ഇന്നോവ എന്ന് വെച്ചോ. ഓക്കെ, 7 സീറ്റാണ് വണ്ടിയിൽ. മറ്റേ 5-8 ലക്ഷം രൂപ കൊടുത്താൽ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു 7 പേർക്കോ 10 പേർക്കോ ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയുണ്ട്. നിങ്ങൾ ആ വണ്ടീനെ ഈ വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടൊയോട്ട. ഞാൻ ഈ ഇൻ്റർവ്യൂ മെഞ്ഞാന്ന് വന്നതാണ്. ഞാൻ ഇന്നലെയാണ്, അല്ലെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെയാണ് ഞാൻ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടത്. കണ്ട സമയം തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പെർട്ടിക്കുലർ വീഡിയോ റിയാക്ട് ചെയ്യണം. പക്ഷേ ഈ പീസ് അതുപോലെ നമുക്കിതിൽ വെക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുണ്ടായിരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ക്ലിപ്പിങ് കേട്ടതുകൊണ്ടാണ്. ഈ ക്ലിപ്പിങ്ങിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ മൃണാളിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ബാക്കിയുള്ള ഹോട്ടലുകളിൽ ചെന്ന് പലതും പറയുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ചിട്ട് ഇങ്ങനൊരു അഭിപ്രായം വന്നത് എന്ന രീതിയിലൊരു ചോദ്യം. എന്നുവെച്ചാൽ അത് പുള്ളിയുടെ സ്റ്റൈലിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം മൃണാളിന് ആ ഒരു പോയിൻ്റ് ഓഫ് സെക്കൻഡിൽ ഭയങ്കര ഇറിറ്റേറ്റഡായി. പുള്ളി പറയുന്നൊരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ആ ഊള ഹോട്ടലുകളെ എൻ്റെ ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞത്. ടൊയോട്ടോ കാറിനെ
4-5 ആൾ കുത്തി കയറുന്ന വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഈച്ച ബിരിയാണി ആ ഹോട്ടലുകളിൽ കിട്ടില്ല, തണുത്ത ഭക്ഷണം ആ ഹോട്ടലുകളിൽ കിട്ടില്ല, ഇല്ലാത്ത റിവ്യൂ ആ ഹോട്ടലിൽ കിട്ടില്ല. അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. പോലും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു കടയിൽ കിട്ടുന്ന ഒരു സാധനവും ഞങ്ങൾ തരുന്ന സാധനം തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ ഒരു സെക്കൻഡ് പോലും ഞാൻ ചിലവാക്കില്ല. സത്യസന്ധമായി പറയും, ഈ മനുഷ്യന്റെ ഒരു അഹങ്കാരം എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ ജാട കണ്ടിട്ടുണ്ടേ നമ്മൾ കരുതും അമ്മാതിരി എന്തോ സെറ്റപ്പ് സാധനം ഉണ്ടാക്കിയിട്ടില്ലേന്ന്. ബാക്കിയുള്ള എല്ലാ ബിൽഡിങ്ങിനെയും അങ്ങ് കളിയാക്കി പുച്ഛിക്കുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. കമ്പയർ ചെയ്താൽ എന്താ? ഇപ്പം ഞാൻ വയനാട്ടുകാരിയാണ്. നമുക്കിവിടെ ഫുഡ് കിട്ടുന്ന നല്ല അടിപൊളി സ്പോട്ടുണ്ട്. ഇപ്പോൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റുകാർക്ക് അറിയാം, അവിടത്തേക്ക് ബിരിയാണി പല ഐറ്റംസും ഭയങ്കര കിടുക. പക്ഷേ നമ്മുടെ സ്വന്തം ആറാമയിൽ മജീദ് ഖാൻ്റെ ഷോപ്പിൽ പോയിട്ട് ബീഫ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ എവിടുന്നും ബീഫിൽ നമുക്ക് കിട്ടൂല. വിൽട്ടനുകാർ നാളെ കിടന്ന് കരയുകയാണോ, നിങ്ങൾ എന്തിനാ മജീദ് ഖാനെ പറഞ്ഞത്, നമ്മളെ ബീഫല്ലേ ബീഫ്, നിങ്ങൾ എന്തിനു വിൽട്ടനെ മജീദ് ഖാനെയായി കമ്പയർ ചെയ്തു? അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്, കാക്കയ്ക്ക് മാത്രമാണ്, ബാക്കിയുള്ളവർക്കല്ല. താങ്കൾക്ക് ചിലപ്പോൾ താങ്കളുടെ ഹോട്ടൽ എന്തോ സെറ്റപ്പ് സാധനമായിരിക്കും, പിടിച്ചോ, ബാക്കിയുള്ളവരോട് അത് പറയണ്ട. ഞാനിപ്പം മൃണാളിൻ്റെ ഷോപ്പിൽ വന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലും അടിപൊളി ബിരിയാണി സാധാരണ ഒരു ഷോപ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മൃണാൾ പറയുന്ന പോലെ ഷോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാ നല്ലതെങ്കിൽ ഞാൻ വീഡിയോയിൽ വന്ന് വ്യക്തമായിട്ട് പറയും. ഞാൻ ഈ അടുത്തൊന്നും കൊച്ചി പോകുമെന്നറിയില്ല. ഞാൻ കൊച്ചി പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ പെർട്ടിക്കുലർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിരിക്കും. എന്നിട്ട് എനിക്ക് പറയണം, ബിരിയാണീൻ്റെ ഒതൻറ്റിസിറ്റി ആളല്ലേ, എന്താ തരിക തോന്നാം. ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ അഹങ്കാരം. സീരിയസ്ലി ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ അഹങ്കാരം. ഞാനെന്തോ വലിയ സംഭവമാണ്, ഞാനാണ് എല്ലാം ഈ ലോകത്ത്, ബാക്കിയുള്ളവരെല്ലാം ഒന്നുമല്ല എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ്. എനിക്ക് ഈ ഒരൊറ്റ പീസ് കണ്ട സമയത്താണ് ഞാൻ ഇതെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് കരുതി. ഇല്ല, ഡെഫിനറ്റ്ലി ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കേണ്ടതെന്ന് കരുതിയത്. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ് കൺവേ ചെയ്ത് ഞാൻ നിർത്തിയതാണ്. പക്ഷേ ഈ ഒരു അഹങ്കാരം കാണുമ്പോഴേ പറയാണ്ട് നിൽക്കാൻ തോന്നുന്നില്ല. ഓക്കെ, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിൽ. നിങ്ങൾ പറയുന്നൊരു കാര്യമാണ്, മനസ്സ് നന്നായി ഒരു അസൂയും കുശുമ്പും ഇല്ലാണ്ട് കൊടുക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവുന്നു. താങ്കളുടെ ഭക്ഷണത്തിന് എത്രയൊക്കെ രുചി ഉണ്ടെങ്കിലും ഈ മനസ്സ് ഉള്ള ആറ്റിറ്റ്യൂഡുള്ള ആളല്ലേ താങ്കൾ, ഒരിക്കലും അത് മര്യാദയ്ക്ക് ഇറങ്ങില്ല. എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളല്ലേ അത് ആദ്യം കണ്ടുപിടിച്ചേ. സോ ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് കൊച്ചിയാണ്, മഴയാണ്, അവിടെ തോടാണ്. ഇതൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചിയാണ്, മഴയാണ്, തോടാണ് എന്ന് കരുതിയിട്ട് ഈച്ച ഭക്ഷണം വിളമ്പാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ? വയനാടാണ് ചുറ്റും നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചുറ്റും തന്നെ നമുക്ക് ഒരുപാട് പ്ലാവുണ്ട്. ഇപ്പം നല്ല ചക്ക പഴുത്ത് നിൽക്കുന്ന സീസണാണ്. ചക്ക പൊട്ടി നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ ഈച്ച കിൻഡൽ കണക്കിന് വരും എന്ന് കരുതി എൻ്റെ പേഷ്യൻസിന് ഈച്ച വിളമ്പിയിട്ടുള്ള കറി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? നിങ്ങളുടെ ലാക്ക് ഓഫ് കെയർ അതങ്ങ് സമ്മതിക്കുക. അതുകൊണ്ട് കൊച്ചിയാണ്, മഴയാണ്, തോടാണ് എന്ന്. കൊച്ചിയിൽ നിങ്ങളുടെ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ, വേറെ എത്ര ഹോട്ടലുണ്ട്? ആ ഹോട്ടലിലൊക്കെ ഈച്ച വീണു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും? ഇല്ലല്ലോ. ഇതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ചെയ്ത തെറ്റങ്ങ് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റണം. ഇത് വെറുതെ ഒരു വീണ എടുത്ത് കടന്നിങ്ങനെ ഉരുണ്ട് മറയുക. കൊച്ചിയാണ്, മഴയാണ്, ഈച്ച ഉണ്ടാവുന്നത്. ഈച്ച കഴിക്കാനാണോ താങ്കളുടെ ഹോട്ടലിൽ വരുന്നത്? വരണ്ടാന്ന് പറയണ്ട കേട്ടോ. ഹോട്ടൽ തുറന്നിട്ടുണ്ട്, ആൾക്കാർക്ക് കയറാൻ തന്നെയാണ്. അപ്പോൾ അവർ കയറുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. കഴിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുറ്റം പറയുകയും ചെയ്യും. താങ്കൾക്ക് കുറച്ച് നാൾ മുമ്പ് ഇതല്ലായിരുന്നു പണി. ഇങ്ങനെ ആദ്യം പറഞ്ഞ ഞാനാന്നേ. എന്റെ റെസ്റ്റോറന്റുകളിൽ പെസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്രാന്ത് പിടിക്കാൻ തുടങ്ങിയത് ഞാനാ പറഞ്ഞേ. അതായത് വേറെ ആരും കണ്ടുപിടിച്ചു കൊണ്ടതൊന്നുമല്ല. എന്റെ തൃപ്പൂണിത്തുറ റെസ്റ്റോറന്റ് ആണ് ഇതിനു മുമ്പേ തുടങ്ങിയത്. അവിടെ ഇപ്പോൾ പുള്ളി പറയുന്നത് ഈച്ചേൻ്റെ പ്രശ്നം പുള്ളിയാണ് കണ്ടുപിടിച്ചതെന്നാണ്. അപ്പോൾ ബിരിയാണിയിൽ ഈച്ച ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ കൊടുത്തത്? എന്തെങ്കിലുമൊക്കെ കിടന്നങ്ങ് പറയാൻ അങ്ങോട്ട്. ഇനി നിങ്ങളുടെ ബിൽഡിങ് നിറയെ ഈച്ച ഉണ്ടെങ്കിലും വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫുഡിൽ ഈച്ചയൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ലക്ഷങ്ങൾ സാലറി കൊടുത്ത് പണിയെടുപ്പിക്കുന്ന ആൾക്കാരാണ് എൻ്റെ സ്ഥാപനത്തിലുള്ളത്. അപ്പോൾ അവർക്ക് അമ്മാതിരി സർവീസ് കൊടുക്കുന്ന ഒരു വലിയ ഫ്രാഞ്ചൈസാണ് എൻ്റെ സ്ഥാപനം. ഇതൊരു കുട്ടി സ്ഥലമൊന്നുമല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പണി?
ഇവർക്കൊക്കെ എന്താ പണി? വിളമ്പുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി ഇവർ നോക്കണ്ടേ, ടെമ്പറേച്ചർ ഇവർ നോക്കണ്ടേ? വീഡിയോ തന്നെ നിങ്ങൾ ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഫുഡ് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ അത് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇതൊന്നും നോക്കുന്നില്ല. പിന്നെ എന്തിനാ ലക്ഷങ്ങൾ കൊടുക്കുന്നേ? എന്തിനാ ലക്ഷങ്ങൾ കൊടുക്കുന്നത്? ചെറിയ കട മതി, നല്ല ചൂടുള്ള നല്ല ടേസ്റ്റുള്ള ഊണ് ഇവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് കറക്റ്റ് ടൈം എനിക്ക് പറയാനില്ല. ഞാൻ കൊച്ചിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ഈ കച്ചേരിപ്പടി ഭാഗമാണ്, കച്ചേരിപ്പടി ESS ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്തായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ 10 രൂപയ്ക്ക് ഊണ് കഴിക്കാൻ പോയിട്ടുണ്ട്. 10 രൂപയ്ക്ക്. അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൽ വ്ളോഗില്ല, ഉണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്തേനെ. 10 രൂപയ്ക്ക് ഊണ് കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ട്. ഇപ്പോൾ അത് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നല്ല അടിപൊളി ചോറ്, സാമ്പാർ, കൂട്ടുകറി, പപ്പടം, നാരങ്ങച്ചാറ്. 10 റുപ്യേൻ്റെ ഊണ. എന്ത് ജനങ്ങൾ തിങ്ങി നിറയുക. ഈച്ചല്ലല്ലോ, അതാ പറയുന്നത്. കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു മനസ്സ് വേണം. നിങ്ങൾ ഈ പറയുന്ന ഈച്ച വീണതിനെ ഇത്ര വലിയ കുറ്റമായിട്ട് ഞാൻ പറയല്ല, അല്ലെ തണുത്ത കൊടുത്ത ഫുഡിനെയും കുറ്റമായിട്ട് ഞാൻ പറയല്ല. ഇതിക്ക് കുറ്റമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ, അല്ലെ ആൾക്കാർ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? നിങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ്. അവനവൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു തെറ്റാണ് എന്നിങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങളിത് ബാക്കി എല്ലാം തെറ്റും, ഞാൻ ചെയ്യുന്ന എല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിരിയൊക്കെ കാണുന്ന സമയത്താണ് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ മിസ്റ്റർ മൃണാൾ, ട്രൈ ടു അക്സെപ്റ്റ് ദ മിസ്റ്റേക്ക് പറ്റാത്ത ഒരു വ്യക്തികളും ലൈഫിലില്ല. അത് അഡ്മിറ്റ് ചെയ്യുന്നിടത്താണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അഡ്മിറ്റ് ചെയ്യാത്തടത്തോളം കാലം ഒരു കറക്ഷനും നടക്കില്ല. ഐ ബിലീവ് മൃണാൾ എന്ന് പറയുന്ന വ്യക്തി മീഡിയേൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തായാലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പങ്കാലം കൊടുത്തിട്ടുണ്ടാവും. ഉറപ്പാ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഫ്ലോറിൽ സർവീസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതിൽ സിമ്പിളാണ്. ബില്ലിങ് അയാൾ ചെയ്യുന്നു, അയാൾക്ക് അറിയാം എന്താ നമ്മൾ ബില്ല് ചെയ്തത്, അതുകൊണ്ട് തന്നെ അയാൾക്ക് ബില്ല് തരാൻ പറ്റും. ഇവിടെ നിങ്ങൾ അവിടെ നിന്ന് അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചു വെച്ചോ, നിങ്ങൾക്ക് എങ്ങനെ ബില്ല് തരും? ലോകത്തിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് ചെയിൻ സബ്വേ, അത് കഴിഞ്ഞാൽ മാക്ഡൊണാൾഡ്സ്. ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ചെയിൻ ചൈനയിൽ 10,000 റെസ്റ്റോറൻറ്റ് എങ്ങാനോ ചൈനയിൽ മാത്രം. അവരുടെ സിസ്റ്റം അതേപോലെ കോപ്പി ചെയ്തതാണ്. ഒരു ബെറ്റർ സിസ്റ്റം ഉണ്ടെങ്കിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് സർവീസിന് ആളുണ്ട്, പിന്നെന്തിനാ ആദ്യം പണം കൊടുക്കണം? മനസ്സിലായി. നമ്മൾ പണം കൊടുക്കാതെ ഓടിപ്പോകുന്നുള്ള പേടിയല്ലേ? പുള്ളിൻ്റെ ഹോട്ടലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സിസ്റ്റം വലിയ സിസ്റ്റം ഒക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വൻ പരാജയത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ സാധാരണ ഹോട്ടലിലൊക്കെ പോകുന്ന പോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ലടയ്ക്കുന്ന ഒരു സെറ്റപ്പ് അല്ല. ആദ്യം പോയി വേണ്ട ഫുഡ് മുഴുവൻ സെലക്ട് ചെയ്യുക. ഓരോ കറി സെലക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ പൈസ വേണമല്ലോ, സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബില്ലാക്കുക, ബില്ല് അവർക്ക് കൊടുക്കുക. ഓർഡർ അനുസരിച്ചിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നു, നമുക്ക് തരുന്നു. അപ്പോൾ അത് ഡെലിവറി ചെയ്യുന്ന സമയം ലേറ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഫുഡ് തണുക്കും. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നമ്മൾ പൈസ തരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഫുഡ് എത്തിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു കർത്തവ്യമല്ലേ. അതിന് ഈ ചൈനയിലിപ്പോൾ മെക്ഡൊണാൾഡ്സ് നിൽക്കുന്നുണ്ട്, അതിന് ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ട. മെക്ഡൊണാൾഡ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, അവിടുത്തെ സർവീസ് എങ്ങനെയാണെന്നുള്ളത് അവിടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ആ ആശയം നിങ്ങൾ കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന ആ രീതിയിൽ പെർഫെക്റ്റ്ലി ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം. സാധിക്കാത്തിടത്തോളം കാലം ആ ഐഡിയ കോപ്പി അടിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരത്തെ ചോദ്യം ചെയ്യിക്കുന്ന ആൾക്കാരെ മുമ്പിൽ സർക്കാസ്റ്റിക്കലി ചിരിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ വെള്ള പൂശാൻ വേണ്ടി ചെയ്തൊരു ഇൻ്റർവ്യൂ ആണത്. പക്ഷേ വെള്ള പൂശിയില്ല, കാരണം കേൾക്കുന്ന ആൾക്കാർക്കറിയാം. ഈ ഇൻ്റർവ്യൂവിൽ അടുത്തൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ആ പീസൊന്നും കട്ട് ചെയ്തില്ല, കാരണം അത് പറഞ്ഞാൽ നിങ്ങൾ കരുതും എനിക്ക് ഭ്രാന്താണ്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എന്തോ ചോദിക്കുന്നു, ഇയാൾ വേറെന്തോ പറയുന്നു. ആ വീഡിയോൻ്റെ ഞാൻ കുറേ ഭാഗങ്ങളിൽ ഞാനത് ശ്രദ്ധിച്ച്, എന്തോ നെപ്പോളിയൻ്റെ ഒക്കെ കഥയൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തേ? അതിന് എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെ കുറച്ച് ഹിസ്റ്ററി അങ്ങ് പഠിച്ചു വെച്ചിട്ട് വേണ്ടതും വേണ്ടാത്തടുത്ത് ഇതങ്ങ് വിളമ്പിക്കഴിഞ്ഞാൽ എനിക്കെന്തോ നോളജാണ്. പണ്ട് നമ്മൾ ഈ PGക്ക് പഠിച്ച സമയത്ത് നമുക്ക് SIs എഴുതാൻ വരും. 15 മാർക്കിൻ്റെ ഒക്കെ SI വരും, 6-7 പുറക്കെ എഴുതണം. നമുക്ക് എപ്പോഴും ഇത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ നമ്മുടെ ഓരോ കോൺസെപ്റ്റിൻ്റെ ഡെഫിനേഷൻ അങ്ങ് പഠിച്ചു പോകും. ഇപ്പോൾ സോഷ്യൽ വർക്ക് ആണെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെ ഡെഫിനേഷൻ അങ്ങ് പഠിക്കും. എന്നിട്ട് സ്റ്റാർട്ടിങ്ങും ഇടയ്ക്കും അവിടെ ഇവിടെയൊക്കെ ഈ പുട്ടിന് തേങ്ങ പോലെ അങ്ങ് ഇട്ട് കൊടുക്കും, കാരണം അത്രയും ലൈനൊന്ന് തേക്കാൻ. അതുപോലെ കുറച്ച് ഹിസ്റ്ററി അങ്ങ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതങ്ങ് വിളമ്പി അങ്ങ് പറയുക, അങ്ങ് ഞാനെന്തോ സംഭവമാണ് അങ്ങ് കാണിക്കുക. ഇതൊക്കെ എന്താ മേജർ ഒരു കാര്യം പറയപ്പെടുന്ന ഒരു ആർട്ടിക്കിളിൽ വരുന്ന കാര്യം അതാണ്. അതായത് സാമ്പാർ 2 തവണ ഇപ്പൊ സാധാരണ കടകളിൽ പോയി കഴിഞ്ഞാൽ, സാധാരണ കട സാധാരണ ഇപ്പൊ വീട്ടിൽ ഊണ് അല്ലെങ്കിൽ സാധാരണ കട ഈ കടയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റൂല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. ആ ഇൻ്റർവ്യൂ പറഞ്ഞാൽ കടിച്ച് തിന്നാത്ത ഭാഗ്യം.
എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ പെർട്ടിക്കുലർ ഷോപ്പിൽ നമ്മൾ ആദ്യം ചെന്ന് ചോറും കറിയും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് കറി എടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനോ രണ്ടാമത് കറി വാങ്ങുക എന്ന് പറയുന്നത് വലിയ ടാസ്കബിൾ പരിപാടിയാണ്. ആൻഡ് ഇറ്റ്സ് ആൻ പേയ്മെൻറ്റ് റിലേറ്റഡ് സാധനങ്ങളാണ്. അപ്പം പുള്ളിക്കാരൻ അതാണ് ഒന്ന് ചോദിച്ച് വന്നില്ല കേട്ടോ. അപ്പം സാധാരണ കട എന്ന് പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പുള്ളീൻ്റെ കടയിൽ എപ്പോഴും നിങ്ങൾ മെക്ഡൊണാൾഡ്സ്, ചൈനയിലുള്ള 1000 ശാഖകളുള്ള മെക്ഡൊണാൾഡ്സുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. സാധാരണ കടയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, ഈ കൈൻഡ് ഓഫ് ഇത് വെച്ചിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണിത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് യു വിൽ കെയിം ടു അണ്ടർസ്റ്റാൻഡ് വോട്ടേഴ്സ് മൃണാൾ, ലൈക്ക് എന്താണ് ഈ പുള്ളിക്കാരൻ എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് വാട്ട് ഹിസ് ആറ്റിറ്റ്യൂഡ്. ആ പറഞ്ഞ ചെങ്ങായി ജീവനോടെ ഉണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭയങ്കര ഇറിറ്റേറ്റഡായി. വാട്ട് കോക്കനട്ട് ഇസ് ഇൻ യുവർ ഷോപ്പ്? മഞ്ഞ കസാര, ലൈക്ക് കസാര, ചോറ്, ബിരിയാണി അല്ലേ? ചോറും ബിരിയാണി തന്നെയല്ലേ, വേറെ പ്രത്യേകിച്ച് സാധനമൊന്നും ഇല്ലല്ലോ. നിങ്ങളായി കണ്ടുപിടിച്ച ഒരു മാസ്റ്റർ പീസ് ഡിഷൊന്നും നിങ്ങൾ ഈ ലോകത്ത് ഇറക്കിയിട്ടില്ലല്ലോ. നമ്മളുടെ കേണൽ സാൻഡർ KFC കണ്ടുപിടിച്ച പോലെ ഒരു മാസ്റ്റർ പീസ് സാധനം ഇറക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഈ ഒതൻറ്റിസിറ്റീനും ഇതിനെയൊക്കെ പറ്റി പറയാൻ എന്താണെങ്കിലും 150 റുപ്യേൻ്റെ ബിരിയാണി തന്നെയല്ലേ, ചോറും ചിക്കനും അല്ലേ. ഈ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തീരെ ഡൈജസ്റ്റ് ആവാത്തത്. എവറി പേഴ്സൺ ഈസ് ഹാവിങ് ആൻ ഇൻഹറൻറ്റ് വർത്ത് വാല്യൂ. അത് ഏജിലോ ജെൻഡറിലോ ക്യാഷിലോ ഫെയിമിലോ ഒന്നുമല്ല. എല്ലാം തുല്യരാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. വൻ പരാജയം. ഇപ്പം താങ്കളുടെയൊക്കെ ആറ്റിറ്റ്യൂഡുള്ള ഒരാളെ ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സംതിങ്